പോലീസ് നീതി പാലിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. ഇതാണോ കലിയുഗത്തിന്റെ സവിശേഷത? അസുരന്മാർ ദേവന്മാരാകും, ദേവന്മാർ ചിലപ്പോൾ രാക്ഷസന്മാരാകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. CMന് വിശ്വസിക്കാം. ക്ലിയർ എവിഡൻസുമായിട്ടാണ് രാമനാഥൻ വന്നിരിക്കുന്നത്. സർ, ഈ കേസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങളും അസത്യമാണ്. സത്യമായത് പലതും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുമാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അവസരം സാർ എനിക്കുണ്ടാക്കി തരണം. കേസന്വേഷണം മുന്നോട്ട് പോകുക തന്നെ വേണം. സത്യം തെളിയിക്കുകയും വേണം. അതെന്റെ കൂടെ പ്രസ്റ്റിജിന്റെ പ്രശ്നമാണ്. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും. താങ്ക് യു സർ. കുറ്റം സമ്മതിച്ച കൊച്ചുകുട്ടന്റെ മൊഴിയില് കമ്മീഷൻ രാമനാഥനും പ്രതിസ്ഥാനത്താ. എടോ, മറ്റൊരു പ്രതി അപ്പുനത്തെ ഒളിപ്പിച്ചിരിക്കല്ലേടോ. തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൈമണിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, തന്റെ IPS തൊപ്പിയൊക്കെ തലമാക്കി വെച്ചേക്കത്തില്ല അവറാച്ചൻ. ഈ കട്ടക്കൽ ഉറുമ്പരിക്കുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ മിനിസ്റ്റർ. തീ തിന്ന് വളർന്ന ഒരു ഉറുമ്പാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതി. ഇത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം മാത്രം. ജസ്റ്റ് an interrogation. അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം എന്താ? തനിക്ക് ആരാ അധികാരം തന്നെ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അവറാച്ച. ആട്ടെ, കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു. പോയി കാണും. അങ്ങനെ പോയി കാണുമെന്ന് പറഞ്ഞാൽ പോരാ, പോയിരുന്നോ? പോയിരുന്നെങ്കിൽ അത് എന്തിന്? താൻ എന്നെ ഉണ്ടാക്കാനാടോ? ഇവിടെ ചത്തുപോയി അന്തോണിച്ച എന്റെ കൂടപ്പുറപ്പാ. ഞാൻ അവന്റെ വീട്ടിൽ പോകും. അത് എന്തിനാണെന്ന് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം നടന്ന രാത്രി പോയിരുന്നോ എന്നാണ് ചോദിച്ചത്. അത് പിന്നെ പോയിരുന്നു. വായ്, എന്തിന്? അതൊരു ഫാമിലി പ്രോബ്ലം സംസാരിക്കാൻ പോയതാ. അതെ, ഫാമിലി പ്രോബ്ലം സംസാരിച്ചു, തമ്മിൽ പിണങ്ങി, വാഗ്വാദമായി, പിടിവലിയായി, അവസാനം അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. അതല്ലേ സത്യം? ഗോപ്പേ, തെമ്മാർത്തരം പറഞ്ഞോ? അന്വേഷണം നടത്തി എന്നെ കൊലപാതകയാക്കാൻ നോക്കുന്നു. ഇത് തന്തയിലാരിയ. നിർത്തണോ? 10-25 വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കത്ത് വെച്ചും അവരെ മൂക്കളെ ചീറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നു. തന്റെ രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ വേണ്ട. തല്ലാൻ കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല. അടിച്ച് പിരുത്തുകളെ കള്ള പന്നി. പറഞ്ഞോ, താൻ എന്തിനാ അവരെ കൊന്നത്? ദൈവദോഷം പറഞ്ഞോ? ഞാൻ എന്തിനാണ് എന്റെ കൂടപ്പുറപ്പിനെ കൊല്ലുന്നേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കമ്മീഷണറെ, ഇത് ചീറ്റിങ്ങാ. ഇതിനെ അനുഭവിക്കും. ഞാൻ ഇവിടുന്ന് വെളിയിലിറങ്ങും. അപ്പൊ കാണിച്ചാണ് പട്ടി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോലീസുകാരെ പട്ടി പൂച്ചെന്ന് വിളിച്ചാണ്ടല്ലോ. മിനിസ്റ്ററാണ് ക്രിസ്റ്ററാണെന്നും ഞാൻ നോക്കൂല. വ്യക്തമായി തെളിവായിട്ടോടെ ഞാൻ വന്നിരിക്കുന്നേ. കൊല്ലാനല്ലെങ്കിൽ പിന്നെ താൻ ചെറുക്കാനോ രാത്രി അങ്ങോട്ട് പോയത്? ഗോപകുമാർ സാർ, ഇയാള് സത്യം പറയുമെന്ന് തോന്നുന്നില്ല. താനാ പുറത്തേക്കുള്ള വാലം കടച്ചേക്ക്. മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേൾക്കണ്ട. പോലീസ് മുറ എടുത്താ സാറിന്റെ മാനം പോവും. അത് വേണോ? വേണ്ട, മുറയൊന്നും എടുക്കണ്ട. ഞാനെല്ലാം തുറന്നു പറയാം. കൊലപാതകം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി CS സെബാസ്റ്റ്യന്റെ മോടെ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. വേളിയിരിക്കുന്ന കക്ഷികളുടെ വിവരമൊന്നുമില്ലല്ലോ. അടിച്ച് ഫിറ്റായി ചാച്ചി കാണുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. ഒന്ന് കരയാതെ കുഞ്ഞെ, ആരെങ്കിലും കാണും. എന്താടി നിന്റെ വല്ലൊരു ചത്തോ? ഓ, വല്ലവന്റെ തല്ലുകൊണ്ട് അവിടെ അപ്പം ചാവാത്തന്റെ വിഷമ. നീ ഒന്നും മിണ്ടാതിരി. നിന്റെ വർത്തമാനം കേട്ട പിള്ളേരുടെ തല തിരിയും. ആ, മോള് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. ആനിയുടെ കൂട്ടുകാരികളുടെ മുറിയിലുണ്ട്. മേരമേ, അവളെ വിളിച്ച് വണ്ടി കയറ്റി. മതി പാർട്ടി ആഘോഷമൊക്കെ. ഞാനിത് മുഴുവൻ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. എഴുന്നേക്കടാ പോത്തെ, എഴുന്നേക്കടാ. എന്താടാ, എന്താ പ്രശ്നം? എന്ത് പറയാനാ? കുടുംബത്തെ നശിപ്പിക്കാൻ പറഞ്ഞ ഒരുത്തി ഉണ്ടായി പോയില്ലേ? ഇവളെ ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. വീട്ടിലോട്ട് ചെല്ലട്ടെ. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേടാ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. നീ ഇപ്പൊ അവളോട് പൊയ്ക്കോ. നാളെയോ മറ്റന്നാളോ നമുക്ക് അവളെ ഇവിടുന്ന് കടത്താം. നീ വിഷമിക്കാതിരിക്കേ. ആ പിന്നെ, എത്ര ഇരുട്ടിയാലും ഞാൻ ആ വഴിക്ക് വരും. പറഞ്ഞ കാശെടുത്ത് വെച്ചേക്കണം. അവര് പോയി 2 മണിക്കൂർ കഴിഞ്ഞാ ഞാൻ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ സമയം എന്തായി കാണും? ഒരു 10-10:30 കാണും. എന്നിട്ട് അവിടെ ചെന്ന ഞാൻ കാണുന്നത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന അനുജനെയും കുടുംബത്തെയായിരുന്നു. അവർ യാത്ര ചോദിച്ചു പോയത് കർത്താവിന്റെ അടുത്തേക്കാണെന്ന് എനിക്ക് അപ്പോഴാണ് കമ്മീഷണറെ ബോധ്യമായത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടൻ തന്നെ അഡീഷണൽ DGP ഗോമസിനെ വിളിച്ച് വിവരം പറഞ്ഞു. അഡീഷണൽ DGP തന്നെ വിളിച്ചു പറയാൻ കാരണം എന്താ? പിന്നെ തന്നെയാണ് അറിയിക്കേണ്ടത്. ഈ കൊലപാതകത്തിൽ എനിക്ക് അന്നും ഇന്നും സംശയം തന്നെയാ. അത് ശരി. അവറാച്ചൻ പറഞ്ഞ ഈ നുണക്കഥ ഞാൻ വിശ്വസിക്കുന്നു കരുതുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ് നിങ്ങൾ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു എന്ന് വരെയുള്ള കഥ സത്യം. ബാക്കിയൊക്കെ പച്ച കള്ളമല്ലേ അവറാച്ച?
കള്ളം പറഞ്ഞ കാര്യം എനിക്കെന്തുവാ? എന്റെ കുടുംബം മുച്ചൂട് തകർത്തവനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ അവറാച്ചൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? അപ്പൊ താണ്ടേതോ ഈ ഡിജിറ്റൽ ഡയറി ആരുടെയാ? പറയണം. ഇതങ്ങനെ എന്റെ കൈ വന്നു? ഇതെന്റെ കൈ വന്നുകൊണ്ടാണല്ലോ അവറാച്ചൻ ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇതെനിക്ക് കിട്ടിയത് കൊലപാതകം നടന്ന ആന്റണി ആറ്റുവയുടെ ബംഗ്ലാവിൽ നിന്നാ. ഈ ഡിജിറ്റൽ ഡയറി എങ്ങനെ അവിടെ വന്ന മിനിസ്റ്ററെ? ഓ, ഇതാണോ താൻ കണ്ടുപിടിച്ച വലിയ കാര്യം? എടോ മന്ദബുദ്ധി കമ്മീഷണറെ, എന്റെ അനിയന്റെ ബംഗ്ലാവിൽ ഞാൻ തോന്നുമ്പോഴൊക്കെ പോകും. അപ്പൊ അവിടെ വെച്ച് മറന്നു കാണും. എക്സാക്ട്ലി, വെച്ച് മറന്നു കാണും. പക്ഷേ എന്റെ ബുദ്ധിമാനായ മിനിസ്റ്ററെ, എനിക്കിത് കിട്ടിയത് സ്വീകരണ മുറിയിൽ നിന്നല്ല, ബെഡ്റൂമിൽ നിന്നും അല്ല. പിന്നെ എവിടുന്നാ? കക്കൂസിന്നായിരിക്കും. അല്ല, എനിക്ക് ഈ ഡിജിറ്റൽ ഡയറി കിട്ടിയത് അണ്ടർഗ്രൗണ്ടിലെ രഹസ്യം അറിയുന്ന. അവറാച്ചം വരണ്ടു പോയോ? ബാബുമാറേ, മിനിസ്റ്റർക്ക് ഒരു ജ്യൂസ് പറ. എനിക്കൊരു ചുക്കും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത്ര രഹസ്യമായി പണിത് വെച്ച ആ ഗോഡൌണിൽ അവറാച്ചൻ എന്തിനാ ഇറങ്ങിയേ? എന്തായിരുന്നു ആ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം? പറ അവറാച്ച, പറ. എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? ആന്റണിയെ തലക്കടിച്ചു കൊന്നത് ഗോഡൌണിൽ വെച്ചാ. അവിടെ ചോര തളം കെട്ടി കിടക്കുന്ന പാടിപ്പോഴുണ്ട്. താഴെ കിടന്ന ഡെഡ് ബോഡി എങ്ങനെ അവറാച്ച മുകളിൽ വന്നത്? അതോ ചത്ത് കഴിഞ്ഞ് അന്തോണിച്ച് നടന്ന മുകളിലോട്ട് കയറിയോ? അന്തോണിച്ചന് അണ്ടർഗ്രൗണ്ടിലിട്ട് കൊല്ലുകാരുന്നില്ല നീ? കർത്താവിനാണ്. അല്ല സാറേ. പിന്നെന്തിനാ നീ സീക്രട്ട് ഗോഡൌണിൽ ഇറങ്ങിയത്? പറടാ. പറയാ സാറേ, ഇന്നത്തെ കാലത്ത് മാനം മര്യാദ അഴിമതി കാണിക്കാൻ പറ്റുമോ? കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? ഇനി മേടിച്ച തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? പോട്ടെ, ബാങ്കിലിടാൻ പറ്റുമോ? ഉടനെ ഇൻകം ടാക്സ്, വിജിലൻസ്, ഇന്റലിജൻസ്, മാങ്ങ, തേങ്ങ, എന്തൊക്കെ ഏടാകൂടങ്ങളാ. അതുകൊണ്ട് 10-25 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നക്കാപ്പിച്ച് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ അന്തോണിച്ചനെ ഏൽപ്പിച്ചത്. ആ കാശ് ഒളിപ്പിച്ച് വെക്കാനാ അണ്ടർഗ്രൗണ്ട് റൂം പണിതത്. അപ്പൊ കാശ് വെക്കാനോ എടുക്കാനോ ഇറങ്ങിയ കൂട്ടത്തിൽ ഈ ഡിജിറ്റൽ ഡയറി അവിടെ പോയതായിരിക്കും. അപ്പോ ഗോഡൌണിൽ നിന്ന് രൂപയൊക്കെ എന്ത് മുഴുവൻ താൻ അടിച്ചു മാറ്റിയോ? അയ്യോ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ആ കാശ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോബ്ലം അല്ലേ? ഈ ഡിജിറ്റൽ ഡയറിയും FIR-ൽ അഡീഷണൽ DGP മനഃപൂർവ്വം വിട്ട് കളഞ്ഞ അണ്ടർഗ്രൗണ്ടിന്റെ കാര്യവും അവറാച്ചന്റെ രാത്രിയുള്ള ഈ വിസിറ്റും കൂടെ കൂട്ടി വായിച്ചാൽ കാശിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ അവറാച്ചനാണ് ഈ കൊല നടത്തിയെന്ന് ആർക്കാണ് അവറാച്ചൻ മനസ്സിലാക്കുന്നത്? നിങ്ങൾ രക്ഷപ്പെടില്ല മിനിസ്റ്ററെ. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച് ഈ കൊലപാതകം ചെയ്ത് താനാണെങ്കിൽ തനിക്ക് കൊലക്കയർ വാങ്ങിത്തരാതെ ഈ രാമനാഥൻ വിശ്രമിക്കില്ല. മിനിസ്റ്റർക്ക് തൽക്കാലം പോവാം. അവറാച്ചൻ വിഷമിക്കാതിരി. ഇബ്രാഹിം മിനിറ്റുകൾക്കകഞ്ഞെത്തും. രാമനാഥനെ ഫിനിഷ് ചെയ്യാൻ മുഹമ്മദ് ഇബ്രാഹിമാ നല്ലത്. അവരുടെ മുൻവൈരാഗ്യം നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് അറിയാമല്ല, അതിന് ചോദിക്കാം. ഈ കൊല്ലൂന്നും കാച്ചു കളയുന്നൊക്കെ ഒരു മന്ത്രി ഭീഷണിപ്പെടുത്താൻ ഈ രാമനാഥൻ ആരാ? അവന്റെ വരത്തിലേക്ക് മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തല്ലോ അവറാച്ചൻ. അവന്റെ നല്ല ഇടി കിട്ടിണ്ടല്ലേ? അതൊക്കെ പോട്ടെന്റെ ഗുണശേഖര. അന്തോണിച്ചനെ ഞാൻ കൊന്നുന്ന രീതിയിൽ അവന്റെ വർത്തമാനം. ആ ഡിജിറ്റൽ ഡയറി അവന്റെ കിട്ടിയതാ ആകെ കുഴപ്പമാണ്. അതെങ്ങനെ അവന്റെ കിട്ടി? താൻ കാരണം. താൻ ഒറ്റ കാരണം. ഞാൻ കാരണോ? പിന്നെ അല്ലാതെ. അണ്ടർഗ്രൗണ്ടിൽ കിടന്ന അന്തോണിച്ചനെ ശവം എടുത്ത് മേളിൽ കിടത്താൻ പറഞ്ഞ താനല്ലേ? ആ ശവം എടുക്ക ഇറങ്ങിയപ്പോഴായിരിക്കും ഡയറി താഴെ പോയത്. ഞാനെന്ന് അങ്ങനെ പറയാൻ കാരണം ആ അണ്ടർഗ്രൗണ്ട് ഗോഡൌണിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച കള്ളപ്പണം മുഴുവൻ ആ ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും അത് മുഴുവൻ മോഷണം പോയെന്നും ഒക്കെ കേസന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ച സ്വന്തം അനുജനും കുടുംബവും നഷ്ടപ്പെട്ട അവറാച്ചന് മന്ത്രിസ്ഥാനം കൂടെ നഷ്ടമാവും. എന്നിട്ട് ഇപ്പൊ എന്തായടോ? രാമനാഥന അണ്ടർഗ്രൗണ്ട് കണ്ടുപിടിച്ചില്ലേ? ആ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും ഇനി അവന്റെ കളി. അങ്ങനെ കളിക്കാൻ ഇനി അവനെ ബാക്കി വെച്ചേക്കരുത്. എന്റെ കർത്താവെ, അതിനിപ്പോ ഇബ്രാഹിം എത്ര കോടിയായിരിക്കും ചോദിക്കുന്നത്? എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ ആ തന്തയില്ല മക്കള്. ശിവ 300 കോടിയാ ഗുണശേഖര നമുക്ക് പോയത്. ബഹുമാന്യനായ പാതുഷയ്ക്ക് സ്വാഗതം. താങ്ക് യു. വരണം, ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. എവിടെ അവറാച്ചൻ? ഞാനിവിടെ ഉണ്ടേ. എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. വേണ്ട, എഴുന്നേക്കണ്ട. എന്താ അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു.
എന്റെ അനിയനെയും കുടുംബത്തെയും കൊല്ലാൻ കൂട്ടുനിന്നവനാ രാമനാഥൻ. എന്നിട്ടിപ്പോ എന്നെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ്. ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല. അതിനി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ അത്ര നിസ്സാരക്കാരനായി കാണരുത്. ഇബ്രാഹിമിന് അവനെ ശരിക്കും അറിയാലോ. അറിയാം, ശരിക്കും അറിയാം. മാത്രമല്ല, ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും.